നമസ്തേ. ABC കാർഗോ പ്രവാസികൾ പറയട്ടെയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലിയോ രാധാകൃഷ്ണൻ. കൊറോണ കാലത്ത് പലവിധ പ്രശ്നങ്ങളാണ് പ്രവാസികൾ നേരിടുന്നത്. നിലവിലെ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യും? രോഗം മൂലം ഒട്ടേറെ പേർ ഈ ലോകമെമ്പാടും പ്രശ്നം നേരിടുന്നു. ഒട്ടേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. പലരുടെയും ജീവനോപാധി തന്നെ തകർന്നു പോകുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ ആശ്വസിക്കും എന്ന ചോദ്യം പലരിൽ നിന്നും ഉയരുകയാണ്. അതിനിടയിലും ഒട്ടേറെ അപക്വമായ വാർത്താ പ്രചാരണങ്ങൾ ജനങ്ങളെ ആധിയിലാക്കുകയും അവരെ മറ്റു രോഗങ്ങളിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്നു. ഇപ്പോൾ സൗദിയിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് കൊറോണ മരണങ്ങൾക്കൊപ്പം ഹൃദയാഘാത മരണങ്ങളുമാണ്. ഒട്ടേറെ പേർ ഹൃദയാഘാതത്തിന് അടിപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്തായിരിക്കാം ഇതിന് കാരണം? ഇന്ന് സൗദിയിൽ നിന്നുള്ള അതിഥികളാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. മാധ്യമപ്രവർത്തകൻ ശ്രീ ഷക്കീബ് കൊളക്കാടൻ, ഇടത് സഹയാത്രികൻ ശ്രീ KP ഹരികൃഷ്ണൻ, പ്രമുഖ വ്യവസായി UNIS ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ രാജു കുര്യൻ, സാമ്പത്തിക വിദഗ്ധൻ ശ്രീ കുഞ്ചു സി നായർ. ഏവർക്കും സ്വാഗതം ABC കാർഗോ പ്രവാസികൾ പറയട്ടെയിലേക്ക്. ആദ്യം ശ്രീ ഷക്കീബ് കൊളക്കാടൻ, തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമാണ്, നമ്മൾ പ്രതീക്ഷിച്ചതുമാണ്. ഇത്രയേറെ പ്രശ്നങ്ങൾ ലോകമെമ്പാടും ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തിനോ ഒരു മേഖലയ്ക്കോ മാത്രം ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല. ആ അവസ്ഥയാണ് ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കൊറോണയുടെ വേട്ടയാട്ടലിൽ കൂടാതെ തന്നെ ഒട്ടേറെ പ്രശ്നങ്ങൾ പ്രവാസികൾ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാം. ഇതിനോടനുബന്ധിച്ച് ഈ രോഗം ഒട്ടേറെ പേരെ തളർത്തുന്നു. അതിനൊപ്പം തന്നെ ഒട്ടേറെ ആശങ്കകൾ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ ആധിയും അവരെ മറ്റ് വ്യാധികൾക്ക് അടിമകളാക്കുകയും ചെയ്യുന്നു. ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത് അതാണ്. ഹൃദയാഘാത മരണങ്ങൾ പെരുകുകയാണ്. അവിടെയുള്ളവർ ഒട്ടേറെ ആശങ്കകൾക്ക് അടിമകളായിരിക്കുകയാണ്. എന്താണ് നിലവിലെ അവിടുത്തെ സാഹചര്യം? പ്രവാസികൾ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയൊക്കെ ആരുടെയൊക്കെ ഇടപെടൽ അവരെ അതിൽ നിന്നും മോചിപ്പിക്കും? നമസ്കാരം. ശ്രീ ലിയോ ഇവിടെ ആമുഖമായിട്ട് സൂചിപ്പിച്ച ആ ഒരു കാര്യത്തിൽ തന്നെയാണ് ഇവിടെ സൗദി അറേബ്യയിലുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്ക. ഇവിടെ കൊറോണ രോഗം വന്ന് മരണമടയുന്നവരെക്കാളേറെ വീടുകളിൽ ചെയറിലിരുന്ന് ബെഡിലിരുന്ന് ഉറക്കത്തിൽ ഒക്കെ മരണപ്പെടുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. നമ്മളൊക്കെ തന്നെ ഓരോ ദിവസവും കൈകാര്യം ചെയ്യുന്ന കേസുകൾ ഇവിടെ നോർക്ക ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അതുപോലെ തന്നെ വിവിധ സംഘടനകൾ കൈകാര്യം ചെയ്യുന്ന ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ട്. ഇവിടെ എല്ലാം വരുന്ന കേസുകൾ, ഓരോ വളണ്ടിയേഴ്സും കൊണ്ടുവരുന്ന പരാതികൾ, ഇവയെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കേസുകളാണ്. പക്ഷെ നമുക്കറിയില്ല ഇവരിൽ എത്രമാത്രം ആളുകൾ കൊറോണ ബാധിച്ചിട്ടാണ് മരിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ കാണുന്നത് ഹാർട്ട് അറ്റാക്കുകൾ, അതുപോലെ തന്നെ അതുപോലെയുള്ള രോഗങ്ങൾ വന്നിട്ട് മരിച്ചു എന്ന ഒരു സമാധാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരുപക്ഷെ ശരിയായിരിക്കാം. പലരും ആശങ്കപ്പെട്ടിട്ടാണ് വീട്ടിലിരിക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സൗദി അറേബ്യയിലെ പ്രവാസത്തിന്റെ ഒരു ചിത്രം ഏത് രീതിയിലാണെന്നുള്ളതാണ്. നമ്മൾ കാണുന്ന പ്രവാസികളല്ല ശരിക്കും സൗദി അറേബ്യയിലുള്ളത്. 26 ലക്ഷത്തോളം വരുന്ന, അല്ലെങ്കിൽ 26-ലധികം ലക്ഷം ആളുകൾ പ്രവാസം ജീവിതം നയിക്കുന്ന സൗദി അറേബ്യയിലുള്ള, ഇന്ത്യയിൽ നിന്ന് അത്രയധികം ആളുകളുള്ള സൗദി അറേബ്യയിലുള്ള 90% പ്രവാസികളും നമ്മൾ UAE-യിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ കാണുന്ന ഇന്ത്യക്കാരായ പ്രവാസികളെ പോലെ അല്ല. തീർത്തും വ്യത്യസ്തമാണ്. ഇവിടെ 1 മാസം 2 മാസം റൂമിലിരിക്കേണ്ടി വന്ന, എന്ത് കാരണം കൊണ്ട് റൂമിലിരിക്കേണ്ടി വന്നാലും നാട്ടിലെ വീട്ടിലടക്കം അടുപ്പ് പുകയാത്ത അവസ്ഥ. ഇവിടെ പട്ടിണി കിടക്കുന്നത് മാത്രമല്ല, കുടുംബം ഒന്നടങ്കം പട്ടിണി കിടക്കേണ്ട ഒരവസ്ഥയിലാണ് ഇവിടെയുള്ള പ്രവാസികൾ. ആ ഒരു രീതിയിൽ 4 മാസത്തോളമായിട്ട് പ്രവാസികൾ പലരും വീട്ടിലിരിക്കുകയാണ്. ഇതിന് ഇത്തരത്തിൽ വീട്ടിലിരിക്കേണ്ടി വന്ന ഒരുപക്ഷെ UAE-യിലുള്ള ഒട്ടുമിക്ക പ്രവാസികൾക്കും ചിലപ്പോൾ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. അവർക്ക് ഒരു ഷിപ്പ് ഓയിൽ വന്നാൽ അല്ലെങ്കിൽ ഒരു ടാങ്കർ വന്നിട്ടുണ്ടെങ്കിൽ അവരെ കടങ്ങളെല്ലാം വീട്ടാൻ പറ്റിയ രീതിയിൽ, അല്ലെങ്കിൽ കുറെ കാലം വീട്ടിലിരുന്നാലും അവർക്കൊരു കടക്കണിയിലേക്ക് തള്ളി പോവാത്ത രീതിയിലുള്ള ഒരു വരുമാനം അവർക്ക് കിട്ടും. എന്നാല് ഇവിടെ ഒരു ദിവസം മുടിവെട്ടാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ബാർബറുടെ ജീവിതം മുട്ടിപ്പോകും. അതുപോലെ തന്നെ ലോണ്ടറിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം
അവര് ദിവസം കിട്ടുന്ന വരുമാനമാണ് അവരുടെ കുടുംബത്തിലേക്ക് പോലും അയച്ചിട്ട് അവര് കുടുംബം കഴിയുന്നത്. ഇത്തരത്തിലുള്ള ഒരവസ്ഥ ദൈനംദിന ജീവിതത്തിന് അന്നന്ന് അധ്വാനിച്ച് ഉണ്ടാക്കേണ്ട ഒരവസ്ഥയിലുള്ള ആളുകൾ 3-4 മാസം വീട്ടിലിരുന്നാൽ അല്ലെങ്കിൽ റൂമിൽ അടച്ചിട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ, അത് വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക്, മാനസിക പ്രശ്നങ്ങളിലേക്ക് ഇവിടുത്തെ പ്രവാസികളെ തള്ളിവിടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇത് ആർക്കും മനസ്സിലാകുന്നില്ല, ബോധ്യപ്പെടുന്നില്ല. നമ്മുടെ അധികാരി വർഗങ്ങൾക്ക് ഇവിടെ നേരിട്ട് ഇവിടെയുള്ള പ്രവാസികളെ മനസ്സിലാക്കേണ്ട ഇന്ത്യൻ എംബസിക്ക് പോലും ആ കാര്യം ബോധ്യപ്പെടുന്നില്ല. എത്രമാത്രം വളണ്ടിയേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ്. ആദ്യം തുടക്കം മുതലേ വളണ്ടിയേഴ്സ് ഇവിടെ മീറ്റിംഗ് കൂടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൺലൈൻ മീറ്റിംഗിൽ ഇന്ത്യൻ അംബാസഡർ മീറ്റിംഗ് വിളിച്ചപ്പോൾ എല്ലാവരും അക്കമിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇവിടെയുള്ള ഇന്ത്യക്കാരെ ഏതെങ്കിലും രീതിയിൽ ഇന്ത്യയിൽ എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ തങ്ങളുടെ കുടുംബത്തോട് ചേരുന്നതോടെ അവരുടെ ഒരു വലിയ മാനസിക പ്രശ്നങ്ങളെങ്കിലും പരിഹാരമാകും. അല്ലാതെ ഇവിടെ നിന്നതുകൊണ്ട് കാര്യമില്ല. നമ്മള് ഇവിടെ ഇപ്പൊ അവസാനം ഞാനിപ്പോ ഹരികൃഷ്ണൻ ഇവിടെ സൂചിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്, ഇടം സാംസ്കാരിക വേദി അടക്കമുള്ള 3 സംഘടനകൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഇവിടെ ICWF കെട്ടിക്കിടക്കുന്ന കോടിക്കണക്കിന് രൂപ ഇന്ത്യക്കാരായിട്ടുള്ള പാവങ്ങളെ ഇവിടുന്ന് നാട്ടിലെത്തിക്കാൻ വേണ്ടി ഉപകരിക്കണം, അതിനുവേണ്ടി ചെലവഴിക്കണം, ഇന്ത്യൻ എംബസിക്ക് ഓർഡർ കൊടുക്കണം എന്ന രീതിയിൽ ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് അതിന് അനുകൂലമായിട്ടുള്ള വിധി വന്നിട്ട് പോലും അതിനനുകൂലമായ ഒരു നിലപാടെടുക്കാൻ ഇന്ത്യൻ മിഷനുകൾ തയ്യാറാകുന്നില്ല. അതൊരു വലിയ അവസ്ഥയാണ്. ഈ രീതിയിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ധാരാളം പ്രവാസി, എന്നിട്ട് ഈ വിധി വന്നതിന് ശേഷം ഒരു അപേക്ഷാ ഫോറം ഇന്ത്യൻ എംബസിയിൽ ഈ ICWF ഫണ്ട് ഉപയോഗിച്ചിട്ട് പാവപ്പെട്ടവരെ ഈ റിപ്പാട്രിയേഷന് അപേക്ഷിക്കുന്ന ആളുകൾക്ക് ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി അപേക്ഷ നൽകുന്നതിൽ ഒരു ചോദ്യം, നിങ്ങളുടെ സ്പോൺസർഡ് അഡ്രസ്സ് അല്ലെങ്കിൽ കമ്പനിയുടെ ടെലിഫോൺ നമ്പർ, കോണ്ടാക്ട് നമ്പർ കൊടുക്കാൻ വേണ്ടി. ഈ കോണ്ടാക്ട് നമ്പറിൽ സ്പോൺസറെ ബന്ധപ്പെട്ടിട്ട് അവരെന്തുകൊണ്ട് ടിക്കറ്റ് എടുക്കുന്നില്ല എന്ന് എംബസി ചോദിക്കാൻ. ഇവിടെയുള്ള പ്രവാസികളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാല് അവര് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് വേണം. ഇപ്പൊ ഇവര് ഒരു ബാർബർ ഷോപ്പിലോ ലോണ്ടറിയിലോ ജോലി ചെയ്യുന്ന ആളുകൾ അവര് മുടിവെട്ടി കിട്ടുന്ന പണം അങ്ങോട്ട് കൊടുത്തിട്ടാണ് അവരെ ഇക്കാമ റിന്യൂവൽ ചെയ്യുന്നത്. അത് മാത്രമല്ല, ചിലപ്പോൾ ചില സ്പോൺസർ, പാവപ്പെട്ട സ്പോൺസർമാരായിരിക്കും, ഈ സ്പോൺസറുടെ വീട്ടിൽ അരി വാങ്ങാൻ പോലും ഈ തൊഴിലാളി പണിയെടുക്കുന്ന പൈസന്റെ ഒരു വീതം അങ്ങോട്ട് കൊടുക്കണം എന്നുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ. തൊഴിലാളിയും അതുപോലെ തന്നെ സ്പോൺസറും തമ്മിലുള്ള ബന്ധം ആ രീതിയിലാണ്. ഇത്തരത്തിലുള്ള ഇന്ത്യക്കാരാണ് ഒട്ടുമിക്ക ആളുകളും സൗദിയിൽ. ഇവരാണ് പ്രയാസപ്പെട്ട് 3-4 മാസം റൂമുകളിൽ കഴിയുന്നത്. ഇവർക്കുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണമെങ്കിൽ അവരെ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ മരണപ്പെടുന്നത്. അല്ലെങ്കിൽ രോഗമായിട്ട് നമ്മളെ വളണ്ടിയേഴ്സിനെ വിളിക്കുന്നത്. ഇന്ത്യൻ എംബസിയിൽ വിളിച്ചാൽ ഏതെങ്കിലും സംഘടനയായിട്ട്, അതാണ് അവിടുത്തെ ഒരു സാഹചര്യം എന്നാണ് മനസ്സിലാകുന്നത്. അതായത് എത്രയും പെട്ടെന്ന് കുറേയേറെ പേർ മടങ്ങേണ്ടതുണ്ട് എന്നാണ് അങ്ങ് പറയുന്നത്. ശ്രീ KP ഹരികൃഷ്ണൻ, ഒട്ടേറെ പേർക്ക് വേഗത്തിൽ മടങ്ങേണ്ടതുണ്ട്. സാമൂഹ്യ പ്രവർത്തകർക്ക് കഷ്ടത അനുഭവിക്കുന്ന ആളുകളിൽ എത്ര പേർക്കിടയിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട്? ഒട്ടേറെ എല്ലാ മേഖലകളും അവർക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്നവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്? അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ ചർച്ച ചെയ്ത് വരുന്നുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ സാധിച്ചാൽ എത്രയും വേഗം അവർക്ക് നാട്ടിലേക്ക് എത്തും എന്നുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടോ? സംബന്ധിച്ചിടത്തോളം വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിതമാണ് അക്ഷരാർത്ഥത്തിൽ അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്ക്ഡൌൺ മൂലം പലർക്കും ജോലി നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശമ്പളം കിട്ടാത്ത ഒരുപാട് പേർ റൂമുകളിൽ കഴിയുന്നു. അവർക്ക് വാടക കൊടുക്കാൻ പറ്റുന്നില്ല, അവർക്ക് കറണ്ട് ബില്ല് അടക്കാൻ പറ്റുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ചെറുകിട സ്ഥാപനങ്ങൾക്ക് അവർക്ക് അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം. അങ്ങനെ എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും വളരെ യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു ഭീതിയാണ് പ്രവാസ ലോകത്ത് നമുക്കിപ്പോ കാണാൻ പറ്റുന്നത്. അപ്പൊ അടിയന്തരമായിട്ട് നാട്ടിലേക്ക് മടങ്ങിപ്പോണ്ടവരെ അടിയന്തരമായിട്ട് നാട്ടിലേക്ക് എത്തിക്കുക എന്നതാണ് കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് എന്നാണ് ആമുഖമായിട്ട് സൂചിപ്പിക്കേണ്ടത്. നമുക്കറിയാം, ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിന് ശേഷം എംബസിയിൽ
ഏതാണ്ട് 60,000 പേർ സൗദിയിൽ രജിസ്റ്റർ ചെയ്തു. ഇപ്പോഴത് 70,000 പേരോളം ആയിട്ടുണ്ടാവും. പക്ഷേ നാളിതുവരെ 19 ഫ്ലൈറ്റാണ് ഇതുവരെ സൗദി അറേബ്യയിൽ നിന്ന് പോയിട്ടുള്ളത്. ഏതാണ്ട് ഒരു 3,500ഓളം ആളുകൾക്ക് മാത്രമേ ഇതുവരെ നാട്ടിലെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഏതാണ്ട് അതായത് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് 70,000 പ്രവാസികൾ രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ 1% പോലും ആളുകൾക്ക് നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ ജോലി നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് ഹൗസ് റെന്റ് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം, അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു വലിയൊരു ദുരിത പർവ്വത്തിലാണ് ഈ കോവിഡ് കാലത്ത് പ്രവാസികൾ കഴിഞ്ഞുകൂടുന്നത്. അപ്പൊ നിങ്ങള് ഇപ്പോ അത് കൂണിന്മേൽ കുരു പോലെ ഇപ്പൊ വന്ദേ ഭാരത് മിഷന്റെ ഫ്ലൈറ്റ് ചാർജ് റിയാദ് ടു കോഴിക്കോട് 900 റിയാലായിരുന്നത് ഇന്നലെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അതിന്റെ ഏതാണ്ട് 100 ടൈംസ് ഇരട്ടിയായിട്ട് 1,700 ചില്ലാനം റിയാലാണ് ഒരു പുതിയ ഫെയർ ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് തികച്ചും ഒരു അനീതി അല്ലാതെ മറ്റൊന്നുമല്ല. കാരണം ഞാൻ മറ്റ് രാജ്യങ്ങളുടെ ഫെയറുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യും. അപ്പൊ അവരൊക്കെ പറയുന്നത് ഈ പറയുന്ന കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഈ 100% ഫെയർ വർദ്ധിപ്പിക്കാൻ യാതൊരു സാഹചര്യവും ഇല്ല എന്നാണ് അവരൊക്കെ തന്നെ പറയുന്നത്. മറ്റ് ഫ്ലൈറ്റുകളൊക്കെ തന്നെ ഈ ഫ്ലൈറ്റുകളൊക്കെ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അടിയന്തരമായിട്ട് ഫെയർ നിരക്ക് നിജപ്പെടുത്തുക എന്നുള്ളതാണ് അടിയന്തര ശ്രദ്ധമായിട്ട് ഈ പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അംബാസിഡർ ഇവിടെ നേരത്തെ ഷക്കീബ് ഭായിയുടെ സൂചിപ്പിച്ചു. അംബാസിഡർ ആദ്യം ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു. അതിൽ ഇവിടെ നമുക്കറിയാം റിയാദിലടക്കമുള്ള എംബസികളിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിൽ കോടിക്കണക്കിന് രൂപയാണ് കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ഫണ്ട് എന്ന് പറയുന്നത് പ്രവാസികൾ കൊടുത്ത പൈസയാണ്. നമ്മൾ ഓരോരുത്തരും സർവീസിനായി കൊടുത്ത പൈസ അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് ഈ പൈസ അവിടെ ഉള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ പണം ഉപയോഗിച്ച് ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രവാസികളെ ഉടനടി നാട്ടിലെത്തിക്കേണ്ട ഒരു കാര്യമാണ് കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ ഇത് കാണുന്ന പ്രേക്ഷകരോടടക്കം. കാരണം ദിനം പ്രതി നമ്മൾ ഓരോരുത്തരെയും ഈ പറയുന്ന ഗൾഫിലൊട്ടാകെ അതാണ് അടിയന്തരമായി ചെയ്യേണ്ട ഒരു ആവശ്യമെന്നാണ് ശ്രീ ഹരികൃഷ്ണൻ ആവശ്യപ്പെടുന്നത്. ശ്രീ രാജു കുര്യൻ, അങ്ങ് അവിടെ സജീവമായി രംഗത്തുള്ള ഒരാളാണ്. ഗൾഫ് മേഖലയിൽ എല്ലായിടത്തും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അങ്ങയുടെ ബിസിനസ് ശൃംഖല. ഈ ഘട്ടത്തിൽ ഇപ്പോൾ പറയുന്ന 2 കാര്യങ്ങൾ ഉയർന്നു വരുന്നത് എംബസിയുടെ ഭാഗത്തു നിന്നും CWC കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിൻ്റെ ഉപയോഗം സംബന്ധിച്ച് ഉള്ള തീരുമാനമുണ്ടാകേണ്ടതുണ്ട്. അത് ബന്ധപ്പെട്ട വകുപ്പ് തീരുമാനിക്കേണ്ടതുണ്ട്. അത് ആണ് 1. 2, വിമാന ടിക്കറ്റുകൾ വീണ്ടും കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഈ 2 കാര്യങ്ങളിലും അടിയന്തരമായി നടപടി വേണം. കൂടുതൽ പ്രവാസികളെ നാട്ടിലേക്ക് എത്തിക്കണം. ഈ 3 പ്രശ്നമാണ് ഇപ്പോൾ സംസാരിച്ച 2 പേരും പറഞ്ഞിരിക്കുന്നത്. കാരണം അവിടെ ദുരിതപൂർണമാണ് ഒട്ടേറെ പേരുടെ ജീവിതം എന്നുള്ളതാണ്. അങ്ങയുടെ അഭിപ്രായം എന്താണ്? ആദ്യമായി നമസ്കാരം. ആദ്യമായി എനിക്ക് പറഞ്ഞു തുടങ്ങുവാനുള്ളത്, ഇന്ന് നമ്പർ അനുസരിച്ച് ഗൾഫിൽ മാത്രം 210-ലധികം മലയാളികൾ മരിച്ചു കഴിഞ്ഞു. ഷക്കീർ സാബ് ഇവിടെ പറഞ്ഞതുപോലെ ഈ മരണങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഉണ്ടായിരിക്കുന്നത് കോവിഡ് മൂലമല്ല. അല്ലെങ്കിൽ കോവിഡ് ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ആങ്സൈറ്റി അല്ലെ അവരുടെ വ്യാധി, അവരുടെ ആ ടെൻഷൻ കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഹൈപ്പർ ടെൻഷനും BP-യും ഹാർട്ട് അറ്റാക്കും ഒക്കെ ആയിട്ടാണ് ആൾക്കാർ മരിച്ചിരിക്കുന്നത്. ഇതിന് സാഹചര്യം ഉണ്ടായതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് വളരെ വ്യക്തമായി പറയാൻ പറ്റും. കാരണം ഇത് ഗൾഫ് മേഖലയിൽ മാത്രം ഉണ്ടായതിന് കാരണം ഗവൺമെന്റ് പ്രവാസികളോട് എടുത്ത ഒരു നിലപാട്. അത് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒരുപോലെ എടുത്ത നിലപാട്, നാട്ടിലേക്ക് ഇവിടെയുള്ള ആൾക്കാരെ കൊണ്ടുപോകുന്നതിന് വേണ്ടി യാതൊരു വിധമായ നടപടികളും എടുക്കാതെ മാസങ്ങൾ ഇത് ഡിലേ ചെയ്തപ്പോൾ ഇവിടെ കിടക്കുന്ന മനുഷ്യർക്ക് ഇവിടുന്ന് ഞങ്ങൾക്ക് പോയി പറ്റാൻ പറ്റില്ലേ, ഇനിയും ഞങ്ങളുടെ കുടുംബങ്ങളെ കാണാൻ പറ്റില്ലേ എന്നുള്ള ഒരു
വലിയ ഭാരിച്ച ഒരു ചിന്തയുണ്ടായതിന്റെ ഫലമായാണ് ഇത്രമാത്രം ആൾക്കാർ ഇവിടെ ഇങ്ങനെയുള്ള അസുഖങ്ങളിലൂടെ മരിച്ചുപോയത്. അത് ഒരു കാര്യം, ഇത് വ്യക്തമായ കാര്യമാണ്. കാരണം ഗൾഫിൽ മാത്രമേ ഇങ്ങനെ ഒരു മരണം ഉണ്ടായി, കേരളത്തിലുണ്ടായില്ല, മറ്റു സ്ഥലങ്ങളിലുണ്ടായില്ല. നമ്മൾ കണ്ട് മദ്രാസിൽ ഒരാള് ആത്മഹത്യ ചെയ്തിട്ട് ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചു. അവരും പ്രവാസികളാണ്, കേരളത്തിന് വെളിയിലുള്ളവരും. അപ്പം പ്രവാസി എന്ന് പറയുന്നത് 33.2 കോടിയോളം ജനങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം പ്രവാസികളായി വിവിധ രാജ്യങ്ങളിലുണ്ട്. അവര് $80 ബില്യൺ ഒരു വർഷം ഗവൺമെന്റിന് വിദേശ നാണ്യം നേടിത്തരുന്നുണ്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാല്, ഞാൻ വളരെ വ്യക്തമായി ഇതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കേരളത്തിന്റെ GDPയും കേന്ദ്രത്തിന്റെ GDPയും ഒക്കെ നോക്കുമ്പോൾ ഈ മേഖലകളിലൊക്കെ ഉള്ള പല ഇൻഡസ്ട്രികളുടെയും കോൺട്രിബ്യൂഷൻ, ഇപ്പം ടൂറിസം മേഖല, നമ്മൾ ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിച്ച ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്ത് ഒത്തിരി പണം ചെലവഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ടൂറിസം മേഖല കേന്ദ്ര ഗവൺമെന്റിനാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റിനാണെങ്കിലും അതിന്റെ GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിനേക്കാൾ വളരെ വലിയ കോൺട്രിബ്യൂഷനാണ് ഒരു മുടക്കുമില്ലാതെ, ഒരു മുതൽ മുടക്കുമില്ലാതെ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും വിദേശ നാണ്യമായും ഫണ്ടായും പ്രവാസികൾ നേടിത്തരുന്നത്. അതിന്റെ കണക്ക് തന്നെ പറഞ്ഞാൽ $80 ബില്യൺ ആണ് ഒരു വർഷം ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാര് സെൻട്രൽ ഗവൺമെന്റിന് അല്ലെങ്കിൽ റിസർവ് ബാങ്കിലേക്ക് എത്തിക്കുന്നത്. ഇപ്പം നമ്മുടെ ടൂറിസം മേഖല ഫിക്കിയുടെ ഒരു കണക്ക് പ്രകാരം, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സിന്റെ ഒരു കണക്ക് പ്രകാരം, കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം അവർ പറയുന്നത് ടൂറിസം മേഖല 30 ബില്യന്റെ ഏണിങ്സ് ഉണ്ടാക്കിയതാണ്. ഈ 30 ബില്യന്റെ ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും മിഷനറി എന്തുമാത്രം ജോലി എടുത്തിട്ടാണ് അത്രയും ഫോറിനേഴ്സിനെ അവിടെ എത്തിക്കാനും ഈ വിദേശ നാണ്യം സമ്പാദിക്കാനും പറ്റുന്നത്. ഇവിടെ ഒരു മുടക്കുമില്ലാതെ ഇത്രയും ആൾക്കാർ വെളിയിൽ പോയി ഗവൺമെന്റിന് വിദേശ നാണ്യം നേടിക്കൊടുക്കുമ്പം ഇങ്ങനെ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകം മുഴുവനെയും ഇത്രമാത്രം ബാധിച്ച ഒരു വിഷയമുണ്ടായി, സാമ്പത്തികമായും ആരോഗ്യപരമായും മനുഷ്യന്റെ ജീവനും എല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് നമ്മുടെ ഗവൺമെന്റുകൾ, സ്റ്റേറ്റ് ആയാലും സെൻട്രൽ ആയാലും, ഈ പ്രവാസികളോട് കാണിച്ച ഇതൊരു വളരെ നിഷേധാത്മകമായ നിലപാടായി പോയി. ഇപ്പം ഫ്ലൈറ്റിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഇന്നും ഞാൻ റിയാദിൽ എംബസിയുമായി സംസാരിച്ചു, DCMുമായിട്ട് സംസാരിച്ചു. അപ്പൊ ഇവരൊക്കെയും പറയുന്നത്, ഇപ്പൊ നമ്മൾ ചാർട്ടർ ചെയ്യുന്ന ഫ്ലൈറ്റിന്റെ കാര്യം സംസാരിക്കാൻ ചോദിക്കുമ്പോൾ കേരള ഗവൺമെന്റിനെ പെർമിഷൻ വേണം, സെൻട്രൽ ഗവൺമെന്റ് പെർമിഷൻ വേണം. നമ്മൾ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയ ചാർട്ടേഡ് ഫ്ലൈറ്റിന്റെ ലിസ്റ്റും പ്രകാരം സൗദി അറേബ്യയിൽ നിന്നാണ് ഏറ്റവും കുറവ് ഫ്ലൈറ്റ്. കുവൈറ്റിൽ നിന്ന് ഒട്ടനവധി ഫ്ലൈറ്റുകളുണ്ട്, UAEയിൽ നിന്നുണ്ട്, ഖത്തറിൽ നിന്നുണ്ട്, സൗദി അറേബ്യയിൽ നിന്നില്ല. അപ്പൊ ഇതിനകത്ത് ആരാ തെറ്റുകാരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരാളോട് ചോദിക്കുമ്പോൾ അത് മറ്റൊരാളാണ്. നമ്മൾ ഒരു മിഷണറിയിൽ ചോദിക്കുമ്പോൾ അവർ പറയും നിങ്ങൾ കേരള ഗവൺമെന്റ് അപ്രൂവൽ കൊണ്ടുവന്നാൽ നമ്മൾ കൊടുക്കാം. കേരള ഗവൺമെന്റ് അപ്രൂവലിന്റെ ആവശ്യമില്ല ശരിക്കും. കാരണം നമ്മൾ ഹോം ക്വാറന്റീനിലേക്ക് മുഴുവൻ ആൾക്കാരെയും വിടുകയാണ്. നമ്മൾ നേരത്തെ എയർപോർട്ടിൽ ചെല്ലുന്ന പോലെയല്ല. എയർപോർട്ടിൽ എത്തുന്ന ഒരു വിദേശിക്ക്, അല്ല ഇവിടെ നിന്ന് എത്തുന്ന ഒരു വ്യക്തിക്ക് നേരെ ഒരു ടാക്സി എടുത്ത് അവനവന്റെ വീട്ടിൽ പോയിരുന്നാൽ മതി. അപ്പം ഗവൺമെന്റിന് വേറെ ചെലവുകളൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോകാത്തത് എന്നുള്ളത് വലിയ ഒരു സങ്കടമുള്ള കാര്യമാണ്. ഒട്ടനവധി വ്യക്തികൾ, ഒട്ടനവധി ആൾക്കാര് ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. അതെ, അതൊരു വലിയ വിഷയം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഹോം ക്വാറന്റീൻ ആക്കിയിരിക്കുകയാണ്, എന്നിട്ടും എന്തുകൊണ്ട് പെർമിഷൻ നൽകുന്നില്ല എന്നുള്ളതൊരു വിഷയം തന്നെയാണ്. ഹോം ക്വാറന്റീൻ എന്നുള്ള ഒരു ഉത്തരവിലൂടെ സർക്കാർ കൈയൊഴിയുകയാണോ തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും, അതോ നിസ്സഹായരായിരിക്കുകയാണോ സംസ്ഥാന സർക്കാർ? അതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി സാമ്പത്തിക വിദഗ്ധൻ ശ്രീ കുഞ്ചൂസി നായർ. ശ്രീ കുഞ്ചൂസി നായർ, ഇവിടെ തുടക്കത്തിൽ നമുക്ക് കൂടുതൽ ആൾക്കാരെ എത്തിക്കാൻ സാധിച്ചില്ല നാട്ടിലേക്ക് എന്നുള്ള ഒരു പൊതുവിൽ പരാതിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ പെർമിഷൻ വേണമായിരുന്നു. എന്നാൽ സംസ്ഥാനം കൂടുതൽ ആൾക്കാരെ കൊണ്ടുവന്നാൽ ക്വാറന്റീൻ സംവിധാനമില്ലാത്തതുകൊണ്ട് ആശങ്കയിലായിരുന്നു. ഇപ്പോൾ ഇതാ ക്വാറന്റീൻ വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്താണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം സംസ്ഥാനം ഈ ഹോം ക്വാറന്റീൻ വീട്ടിലേക്ക് മാറ്റിയതിലൂടെ ഉദ്ദേശിക്കുന്നത്? അതോ അവർ നിസ്സഹായരായിട്ടുണ്ടാകുമോ?
ഇനി അങ്ങോട്ട് നിരക്ക് ഉയരുമ്പോൾ, കൊറോണ നിരക്ക് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായി ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. പുറത്തുനിന്ന് വരുന്നവരാണ് രോഗം ഇത്രയേറെ ഉയർത്തുന്നത് തുടങ്ങിയ പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ. ആദ്യം എത്ര പേരെ കൊണ്ടുവന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ സംസ്ഥാനം പിന്നീട് ആ നിലപാടിൽ നിന്നും പിന്നോട്ട് പോകുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു. നമുക്ക് ഓരോരോ വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ച് വരുമ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ട ഒന്നായി തന്നെയാണ് കാണാൻ കഴിയുന്നത്. എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് വിഷയങ്ങളെ? എല്ലാവർക്കും നമസ്കാരം. അതിൽ നിന്ന് ജനം ടിവിക്ക് എനിക്കൊരു അവസരം തന്നതിന് വളരെയധികം നന്ദി പറയുന്നു. പിന്നെ ഇത്തരത്തിലുള്ള ഒരു നല്ലൊരു പ്രോഗ്രാം, അതായത് ഒരു അവയർനെസ് പ്രോഗ്രാം വളരെ നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതിന് എല്ലാവിധ ആശംസകളും. പിന്നെ അതായത് ഗവൺമെന്റുകൾ പരസ്പരം ഒരു ധാരണയില് ഒരു സഹകരിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കൊറോണ വന്നത് വളരെ പെട്ടെന്നാണെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെന്റുകൾ ഇതിനു വേണ്ടിയിട്ട് വളരെയധികം സാമ്പത്തിക പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്, കേരള ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോവിഡായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ചെയ്യേണ്ടത്, അടുത്ത സാമ്പത്തികമായിട്ട് എന്തും നമ്മൾ ചെയ്യണം. അതിന് അങ്ങനെയൊക്കെ ഏതെല്ലാം വിധത്തില് രോഗികളും മറ്റുള്ളവരും തങ്ങളെ സഹായിക്കണം. അതിനുവേണ്ട എല്ലാ പദ്ധതികളും നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷെ അതൊക്കെ വേണ്ട വിധത്തിൽ നടപ്പിലാവില്ല, അല്ലെങ്കിൽ അത് ഏത് വിധത്തിൽ അത് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം വരുന്നത്. അപ്പൊ ഹോം ക്വാറന്റൈൻ ഇപ്പൊ നടപ്പിലാക്കിയിട്ട് തന്നെ വരുന്ന പ്രവാസികൾക്ക് അവരൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടോ ഇല്ല എന്നുള്ളത് പോലും ആരും അന്വേഷിക്കുന്നില്ല. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് വരുന്ന പ്രവാസികളുടെ അവരുടെ ഭദ്രത എന്താണ്, അവർക്ക് ക്വാറന്റൈൻ പോയാലും മറ്റുള്ള ട്രീറ്റ്മെന്റും എല്ലാം ഫണ്ട് വേണം, പൈസ വേണം. അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യണം തീർച്ചയായിട്ടും. അത് കൂടാതെ ഈ കേന്ദ്ര ഗവൺമെന്റ് വളരെ നല്ലൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊറോണയായിട്ട് ബന്ധപ്പെട്ട്. അതിന് ശേഷമുള്ള സാമ്പത്തിക പാക്കേജ് അതെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യണം. 21 ലക്ഷം കോടിയുടെ ഒരു പാക്കേജാണ്. അത് എല്ലാ ഗവൺമെന്റിലും അത് യൂട്ടിലൈസ് ചെയ്യുക. അത് വേണ്ട വിധത്തില് ഒരു വേണ്ടപ്പെട്ട അർഹപ്പെട്ട ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. അങ്ങേക്ക് കൃത്യമായി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനുണ്ടോ? പ്രവാസികളുടെ പുനരധിവാസം സംബന്ധിച്ച് ഏത് തരത്തിലായിരിക്കണം കാര്യങ്ങൾ നീക്കേണ്ടത്? നമുക്ക് ഇപ്പോൾ ഓയിൽ പ്രൈസിൻ്റെ താഴ്ച ഒരു വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എണ്ണവില കുറയുന്നത് തൊഴിലവസരങ്ങൾ കുറയ്ക്കുമെന്ന് കുറേയേറെ പേർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വദേശീവൽക്കരണത്തിലേക്ക് ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ പോകുമെന്നും കുറേയേറെ രാജ്യങ്ങൾ അത് ശക്തമാക്കിയിട്ടുണ്ടെന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാട്ടിൽ പുനരധിവാസം സംബന്ധിച്ചുള്ള കാര്യങ്ങളും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് അതല്ല എന്നുണ്ടെങ്കിൽ പ്രവാസികൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ചും കൃത്യമായൊരു നിർദ്ദേശം അങ്ങേക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ടോ? അതായത് തൊഴിലവസരങ്ങൾ ഇപ്പോൾ കുറവാണ്, ഇപ്പൊ പ്രതിസന്ധി ഘട്ടമാണ്. എല്ലാവരും ഇത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇത് അഭിമുഖീകരിക്കേണ്ട ഒരു ഘട്ടമാണ് ഇപ്പോ. അപ്പൊ പ്രവാസികൾ വളരെയധികം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് ഗൾഫിലെ പ്രവാസ ലോകത്ത് വന്നിട്ടില്ല തന്നെ. അപ്പൊ അവര് വളരെ സ്കിൽഡാണ്. അവര് ഏത് പ്രതിസന്ധി ഘട്ടവും നേരിടാൻ ഒരു പരിധി വരെ തയ്യാറാണ്. ഇന്നത്തെ ഘട്ടത്തില് തീർച്ചയായിട്ടും നാട്ടിലേക്ക് എത്തിക്കേണ്ട പ്രവാസികളെ എത്രയും പെട്ടെന്ന് എത്തിക്കണം. അത് തീർച്ചയായിട്ടും വേണം. അതുപോലെ തന്നെ പ്രവാസികൾക്കും അതുപോലെ പ്രവാസികളല്ലാത്തവർക്കും നാട്ടില് ഉള്ള പ്രഖ്യാപിച്ച പാക്കേജ് പ്രകാരം അവര് തിരിച്ചു വന്നാൽ എന്ത് ചെയ്യണം, അതിന് ഒരു സ്വദേശ് എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കേജ്, അതായത് സ്കിൽഡ് വർക്കേഴ്സ് അറൈവൽ ഡാറ്റാബേസ് ഫോർ എംപ്ലോയ്മെന്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി കേന്ദ്ര ഗവൺമെന്റ് ഡാറ്റാബേസ് കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി നല്ലൊരു പദ്ധതി അധികം വേഗം തന്നെ ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനോട് സഹകരിച്ചത് ചെയ്യണം. അത് കൂടാതെ വളരെ നല്ല നല്ല പാക്കേജുകളില് MSME പാക്കേജ് 21 ലക്ഷം കോടിയിൽ ഒരു 3 ലക്ഷം കോടി MSME, അതായത് മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസിന് വേണ്ടി മാത്രമായിട്ട് 3 ലക്ഷം കോടി മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പൊ അത് 45 ലക്ഷം യൂണിറ്റുകൾക്കാണ് ഉപകാരപ്പെടുക. അത് കോളാട്രൽ ലോൺ ഉണ്ട്, പിന്നെ 1 വർഷത്തേക്ക് മൊറട്ടോറിയം ഉണ്ട്, ക്രെഡിറ്റ് ഗ്യാരണ്ടി ഉണ്ട്, 100% ക്രെഡിറ്റ് ഗ്യാരണ്ടി ഉണ്ട്. ഇതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ ചെല്ലുന്ന പ്രവാസികൾ തീർച്ചയായിട്ടും അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക. ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കുക, അനലൈസ് ചെയ്യുക. അത് പ്രകാരം ഓപ്പർച്യൂണിറ്റീസ്
അച്ചീവ് ചെയ്യാൻ നോക്കാം, ട്രൈ ചെയ്യണം. അത് ഈ പ്രതിസന്ധി ഘട്ടം കടന്നു കഴിഞ്ഞാൽ വളരെ നല്ലൊരു സമയമാണ് ഞാൻ കാണുന്നത്. വളരെ നമുക്ക് നല്ലൊരു പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള വളരെ നല്ല പ്രോസ്പെക്റ്റാണ് കാണുന്നത് എല്ലാ മേഖലകളിലും. കാരണം എല്ലാ മേഖലകളും ഇപ്പൊ ഡൗണാണ്, ഇപ്പൊ വളരെ നഷ്ടത്തിലും അത് ചില യൂണിറ്റുകൾ അവിടെ കൂട്ടിക്കിടക്കുന്നു, ചിലര് നഷ്ടത്തിൽ ഓടിക്കുന്നു, പല പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുന്നു. അത് എല്ലാ വിഭാഗങ്ങളിലും അത് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചും നമ്മൾ കൂടി, അതായത് പ്രവാസികളായിട്ടുള്ള നമ്മളും അത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നല്ല. ഇവിടെയുള്ള പ്രവാസികൾ പ്രത്യേകിച്ച് എല്ലാവരും ഒരുപാട് തിരക്ക് കൂട്ടുന്നുണ്ടോ അതിൽ പ്രയോറിറ്റി ബേസിൽ പോകേണ്ടവർ പോകണം. ഇപ്പോൾ ഉയർത്തുന്ന മറ്റൊരു കാര്യം, വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തി എന്നുള്ളത് പറയുന്നുണ്ട്. കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയും വ്യാപകമായി വരുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? ശ്രീ കുഞ്ചൂസി നായർ, അതിനെക്കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? വിമാന ടിക്കറ്റുകളെ വർദ്ധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തില് ഇത് കേന്ദ്ര ഗവൺമെന്റും അതുപോലെ സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ ചേർന്ന് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അത് വെച്ചാൽ അവര് സഹകരിച്ച് ചെയ്യേണ്ട ഒരു പദ്ധതിയാണത്. ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ കുറെ കൂടി ഏകോപനമുണ്ടാകണം എന്നുള്ളതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ശ്രീ ഷക്കീബ് കുളക്കാടൻ, ഈ ഒരു ചർച്ച മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 200 കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. വിദേശത്ത് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള മലയാളികളുടെ മരണം സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ കൊറോണ കാലത്ത് 200 പേർ അതാത് കുടുംബങ്ങളുടെ അത്താണിയായിരുന്നിരിക്കണം. ഒട്ടുമിക്ക ഗൾഫുകാരൻ്റെയും അവസ്ഥ അതാണ്. ആ കുടുംബത്തിൻ്റെ അത്താണിയാണ്. ആ ഒരു ഗൾഫുകാരൻ എന്ന് പറയുമ്പോൾ ഒട്ടേറെ പേരുടെ ജീവിതം ആ ഒരൊറ്റ വ്യക്തിയെ ആശ്രയിച്ചായിരിക്കും നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് ആ കുടുംബത്തെ ആകെ തളർത്തുന്ന ഒന്ന് തന്നെയാണ്. ഈ പ്രവാസികളുടെ മരണം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ കൃത്യമായി ഈ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? അവരെ കണക്കിൽ പോലും ഉൾപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. നാട്ടിലെ കണക്ക് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രവാസികൾ മരിച്ച കണക്ക് കൃത്യമായി സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുണ്ടോ? മലയാളികൾ മരിച്ച കാര്യം കേരള സർക്കാരിൻ്റെ ഭാഗത്തുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. അവർക്ക് എന്തെങ്കിലും സഹായം എത്തിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. കാരണം ഒരു ശക്തമായ അഭിപ്രായം ഉയർന്നു വരേണ്ടതുണ്ട്. വിദേശങ്ങളിൽ മരിക്കുന്ന പ്രവാസികൾക്കും ഒരു സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കണം എന്നുള്ളത്. 2, മടങ്ങി വരുന്ന പ്രവാസികൾക്കും കൃത്യമായൊരു കൂട്ടായ്മയുണ്ടാകണം എന്ന്. കാരണം അവർക്ക് നാട്ടിൽ നിക്ഷേപം ഇറക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിശ്വാസമില്ലാത്തൊരു സാഹചര്യമുണ്ട്. അവിടെ കൊടി പിടിക്കുന്നവർ വന്ന് അത് നശിപ്പിച്ച് കളഞ്ഞവരെ നാറാണക്കല്ല് തോണ്ടിച്ച് തിരിച്ച് വീണ്ടും ഭാണ്ഡക്കെട്ടും പേറി അവർ മറ്റു പല സ്ഥലങ്ങളിലേക്കും പോകേണ്ട അവസ്ഥയുണ്ടാക്കിയിട്ടുണ്ട്. ആത്മഹത്യകൾ പോലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളിൽ, അതായത് വിദേശങ്ങളിൽ മരിച്ച കൊറോണ കാലത്ത് വിദേശങ്ങളിൽ മരിക്കുന്ന പ്രവാസികളുടെ അവസ്ഥ, അവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അവർക്ക് കിട്ടേണ്ടത്, അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്ക് കിട്ടേണ്ടതൊരു നല്ല കൈത്താങ്ങല്ലേ? അതിന് സംസ്ഥാനം മുതിരേണ്ടത് തന്നെയല്ലേ? 2, പുനരധിവാസം സംബന്ധിച്ച് ഒരു വ്യക്തമായ അഭിപ്രായം ഉയർന്നു വരേണ്ടതും അല്ലേ? പ്രവാസികളുടെ ഭാഗത്ത് നിന്ന് വലിയൊരു കൂട്ടായ്മ, ഒത്തൊരുമ അക്കാര്യത്തിൽ വേണ്ടതും അല്ലേ? തീർച്ചയായിട്ടും പ്രവാസികള് മരിക്കുന്നവരും മാത്രമല്ല, മരിച്ചത് അവരുടെ കുടുംബത്തിന് തീർച്ചയായിട്ടും ഒരു ഞാൻ മടങ്ങിയെത്താം. ശ്രീ കുഞ്ചൂസി നായർ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ഞാനിപ്പോൾ ശ്രീ ഷക്കീബ് കുളക്കാടനോടാണ് ചോദിച്ചത് ഈ ചോദ്യം. ഓക്കെ, ഈ എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്ര ഗവൺമെന്റിനും പ്രവാസികളും മടങ്ങി വരുന്ന കാര്യത്തിൽ ആദ്യം തന്നെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഈ ഒരു ആശങ്ക അവസാനം എനിക്ക് തോന്നുന്നു അതൊരു നിർബന്ധിതാവസ്ഥയിൽ അവർ മാറ്റിവെച്ചു. ഇപ്പൊ കൂടുതൽ വിമാനങ്ങളൊക്കെ അയക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് വന്നു. എങ്കിൽ കൂടി ഇപ്പോ VBMൽ അനുവദിച്ച ഫ്ലൈറ്റുകൾ ഈ ജൂൺ മാസം അവസാനം വരെയുള്ള ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു 6000-7000 ആളുകളെ ഇന്ത്യയിൽ എത്തുന്നുള്ളൂ. ഈ ആളുകൾ എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്ത്, നേരത്തെ ഇവിടെ ഹരി സൂചിപ്പിച്ചതുപോലെ 70,000-ലധികം ആളുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരെത്തിക്കാനുള്ള സംവിധാനം ഒരു രീതിയിലും ആകുന്നില്ല. ഇന്നലെയും മെനയാന്നും ഒക്കെ ആയിട്ട് ഇവിടെ മരിച്ച ആളുകള് ഒരു
ഒരു ഡൊമസ്റ്റിക് സർവന്റ് ഇവിടെ ഒരു കമ്പനിയിൽ മരണപ്പെട്ടിട്ട്, ഒരു ഇന്ത്യക്കാരി മരണപ്പെട്ടിട്ട് ഇന്നലെ മുതൽ 24 മണിക്കൂർ കഴിഞ്ഞു അവരെ റൂമിൽ വണ്ടിയിൽ കയറ്റിയിട്ട് അവര് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോ തിരിച്ച് നിങ്ങളെ റൂമിൽ തന്നെ കൊണ്ടുപോയി കിടത്താൻ പറഞ്ഞിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ ആ ബോഡി അവിടുന്ന് എടുത്ത് മാറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ മെനയാന്ന് ഒരു മകൻ തന്റെ അച്ഛൻ സുഖമില്ലാതായ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് എടുത്ത് തന്റെ കാറിൽ കൊണ്ടുപോയിട്ട് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു. ഹോസ്പിറ്റലിൽ എടുത്തിട്ടില്ല. അവര് പറഞ്ഞു തിരിച്ച് നിങ്ങൾ വീടിന്റെ മുമ്പിൽ ചെന്നിട്ട് വിളിക്കൂ എന്ന് പറഞ്ഞപ്പോ തിരിച്ച് അവര് വീട്ടിലേക്ക് പോകാതെ മറ്റൊരു ഹോസ്പിറ്റലിന്റെ മോർച്ചറിയിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് ഏകദേശം ഒരു 11 മണിക്കൂറോളം ഈ മകൻ ഈ അച്ഛന്റെ ബോഡി വണ്ടിയിൽ ഇരുത്തിയിട്ട് നിർത്തേണ്ടി വന്നു. ഇങ്ങനെ ഒരുപാട് കഥകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ വണ്ടിയിൽ കിടന്നു മരിക്കുന്നു, റോട്ടിൽ കിടന്നു മരിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകൾ ഒരുപാട് ആശങ്കകളുണ്ട്. നമ്മൾക്ക് ഈ ഇന്ത്യ രാജ്യത്തേക്ക് തിരിച്ചു ഇവിടുന്ന് പോകേണ്ട ആളുകളെ കൊണ്ടുപോകാനുള്ള നോർക്കയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിട്ട് ഇന്ത്യൻ എംബസിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഔദ എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം അബ്ഷിറിൽ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയിൽ 1 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ഇവിടെ രജിസ്റ്റർ ചെയ്തവരുണ്ട്. ഇവരെ കൊണ്ടുപോകാൻ ഇന്ത്യയിലേക്കല്ലാതെ പാകിസ്ഥാനിലേക്ക്, ബംഗ്ലാദേശിലേക്ക്, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലുള്ള ഇവിടെ ജോലി ചെയ്യുന്ന വിദേശികളെ കൊണ്ടുപോകാൻ ആ ഔദ സിസ്റ്റത്തിലൂടെ സൗദി ഗവൺമെന്റ്, സൗദി എയർലൈൻസിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടുന്ന് തിരിച്ചുപോയി. എന്നാൽ ഇന്ത്യയിലേക്ക് മാത്രം ഒരാളെ പോലും കൊണ്ടുപോകാനുള്ള അനുമതി നമ്മുടെ ഗവൺമെന്റ് ഔദ സിസ്റ്റത്തിലൂടെ നൽകിയിട്ടില്ല എന്നുള്ള, ഇന്ത്യയിലേക്ക് മാത്രമാണ് പോകാത്തത്. എന്തുകൊണ്ട് ഇതിനൊന്നും അനുമതി നൽകുന്നില്ല എന്നുള്ളത് മനസ്സിലാവുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികള് എല്ലാമാണ്. പ്രവാസികള് ഈ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും ഈ കാര്യത്തിൽ ഒരേപോലെ കുറ്റക്കാരാണ്. ഇവിടെ മരിച്ചു വീഴുന്നവരെല്ലാവരും നമ്മുടെ ഉത്തരവാദിത്ത രാഹിത്യം കൊണ്ട് മാത്രം മരിക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും ഒരു രീതിയിൽ ഉള്ള സഹായം അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഒരു ദിവസം നേരത്തെ തിരിച്ച് നാട്ടിലെത്താനുള്ള ഒരു അനുമതി അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഒരു സാഹചര്യം അവർക്കുണ്ടായിരുന്നെങ്കിൽ അവരൊരു പക്ഷേ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. ഇപ്പൊ ഇന്ന് ദുബായിൽ മരിച്ച നിതിൻ എന്ന് പറഞ്ഞ ആ ആളുടെ, കോഴിക്കോട്ടുകാരന്റെ ആ കഥ, ഇതെല്ലാം നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. ആരോഗ്യവാനായ ചുറുചുറുക്കോടുകൂടി എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും കോവിഡ് രോഗികൾക്ക് എത്തിച്ചു കൊടുത്ത നിതിന്റെ മരണം നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. എല്ലാവിധത്തിൽ അവന് പോകാൻ വേണ്ടി ടിക്കറ്റ് കിട്ടിയിട്ട് ഭാര്യ സുപ്രീം കോടതിയിൽ പോയിട്ടാണ് ഗർഭിണിയായ ഭാര്യ നാട്ടിൽ പോകാനുള്ള അനുമതി നേടിയത്. ആ ഭാര്യ നാട്ടിൽ പോകുന്ന സമയത്ത് ഭർത്താവിന് പോകാൻ അനുമതി കിട്ടിയിട്ട് അത് വേറൊരാൾക്ക്, തനിക്ക് കിട്ടിയ ഒരു അനുമതി വേറൊരാൾക്ക് കൊടുത്തിട്ടാണ്. അയാൾ എന്നെക്കാൾ കുറച്ചും കൂടി ആവശ്യമുള്ള ആളാണ്, അവര് പോയിക്കോട്ടെ, ബാക്കി ഉള്ള ആളുകളെല്ലാം പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന്, ഞാൻ ആരോഗ്യമുള്ള ആളാണല്ലോ എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന ആള് ഇന്ന് ഹാർട്ട് അറ്റാക്കിൽ, ഉറക്കത്തിൽ ഇന്നലെ രാത്രി മരണപ്പെട്ടു. ഇതൊക്കെ വളരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് നമ്മൾ ഈ പ്രവാസ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ദുഃഖകരമാണ് ഇത്തരത്തിലുള്ള. തീർച്ചയായിട്ടും അത് വളരെ വളരെ ശരിയാണ്. എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറായി, അല്ലെങ്കിൽ നാട്ടിലേക്ക് മടങ്ങുകയല്ലാതെ മറ്റു മാർഗമില്ലാത്തവരെ എത്രയും വേഗം നാട്ടിലെത്തിക്കുവാനുള്ള സൗകര്യം അത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. ഞങ്ങൾക്കും അക്കാര്യത്തിൽ ഇടപെടലുണ്ടാകണം. അത് മാറ്റമില്ലാത്ത കാര്യം തന്നെയാണ്. മറ്റൊന്നുകൂടി നമുക്ക് അക്കാര്യങ്ങളെല്ലാം, അതായത് വിമാന നിരക്ക് ഉയർത്തിയത്, വേഗം മടക്കി എത്തിക്കേണ്ട സാഹചര്യം, കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് ഉപയോഗിക്കുന്ന കാര്യം, ഈ 3 കാര്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അവസാന അരമണിക്കൂറിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പ്രവാസികളുടെ പുനരധിവാസത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. അതുകൂടി നമുക്ക് ഇന്ന് ചെയ്യേണ്ടതാണ്. കാരണം ഒട്ടേറെ പേർ, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വിദേശ രാജ്യങ്ങളിലുള്ളത്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെ അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടുന്നവരല്ല. ഗൾഫ് മലയാളികൾക്ക് മടങ്ങി നമ്മുടെ നാട്ടിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ പുനരധിവാസം സംബന്ധിച്ചുള്ള കാര്യങ്ങളും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടതാണ്. അതിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അങ്ങയുടെ മനസ്സിൽ വരുന്നത്? അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എന്ത് ചെയ്യാൻ സാധിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, എന്തൊക്കെ സഹായങ്ങൾ അവർക്ക് ലഭിക്കണം? വർഷങ്ങളായിട്ട് നമ്മൾ പ്രവാസി സംഘടനകൾ ഒന്നിച്ച് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് പുനരധിവാസം, പ്രവാസികളുടെ പുനരധിവാസം. പല രീതിയിലുള്ള
ദുർഘടമായ പാതയിലൂടെയാണ് ഈ അവസാന നിമിഷങ്ങളിൽ നമ്മൾ പ്രവാസികൾ കടന്നുപോയിട്ടുള്ളത്. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇവിടെ സ്വദേശീവൽക്കരണമാണ്. സൗദി അറേബ്യയില്, കുവൈത്തില്, ഒമാനില്, അതുപോലെ ദുബായിലും ഖത്തറിലും എല്ലാം പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്. ഈ പ്രതിസന്ധിയുള്ള കാലഘട്ടങ്ങളിലെല്ലാം ഒന്നിച്ചാവശ്യപ്പെട്ടതാണ് പുനരധിവാസം. സംസ്ഥാന ഗവൺമെന്റ് അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്, ഇവര് രണ്ടുപേരും അവസാനം കോവിഡ് വന്ന സമയത്ത് ഒരുപാട് പാക്കേജുകൾ പ്രഖ്യാപിച്ചു. എന്നും ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് റിയാദിന്ന് പോയ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടുന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരു പുനരധിവാസ പദ്ധതിയുമായിട്ട് ഗവൺമെന്റിനെ സമീപിച്ചിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുള്ള നിബന്ധനകൾ യാതൊരു ഈടും നിബന്ധനയില്ലാതെ നമ്മൾ ഗവൺമെന്റ് വായ്പ നൽകുമെന്നും അതുപോലെ നോർക്കയിലൂടെ വായ്പ നൽകുന്നു ഒക്കെ പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്ത് ഇന്ന് ഒരാഴ്ചയായിട്ട് ഓഫീസുകളെ കയറിയിറങ്ങുകയാണ്. യാതൊരു രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള ഒരു മറുപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്. പക്ഷേ ഇപ്പോ ഏകജാലക സംവിധാനത്തിലൂടെ വേഗത്തിൽ സുതാര്യമായി ഒരൊറ്റ ദിവസം അല്ലെങ്കിൽ മണിക്കൂറുകളുടെ കാര്യമേ ഉള്ളൂ എന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ധനകാര്യമന്ത്രിയൊക്കെ ഉൾപ്പെടെയുള്ളവർ, തൊഴിൽ മന്ത്രിയൊക്കെ നൽകിയിട്ടുള്ള ഒരു ഉറപ്പ്. അപ്പോൾ അത് പാലിക്കപ്പെടുന്നില്ല എന്നാണോ? പൈസ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല, ഇവർക്ക് അങ്ങോട്ട് കൊടുക്കുന്നതേ ഉണ്ടാവുള്ളൂ എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ നിബന്ധനകളുടെ ഒരു നൂലാമാലയാണ് അവർക്ക് കൊടുക്കുന്നത്. എന്താ ചെയ്യാം? നമുക്ക് വേണ്ടത് പുനരധിവാസമാണ്. നമ്മൾ തിരിച്ചു ചെന്ന് എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു വരുമാന മാർഗം ഉണ്ടെങ്കിൽ ഇവിടെ ഇനി ആരും നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു സത്യമാണ്. ഇപ്പൊ നാട്ടിൽ അകപ്പെട്ടു പോയിട്ടുള്ള ആളുകളുണ്ട്, പലർക്കും വിസ ഉണ്ട്. വിസ ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ പറയുന്നത് 3 മാസ കാലാവധിയുള്ള വിസ ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ച് ഇങ്ങോട്ട് പോരാൻ പറ്റുള്ളൂ. അപ്പൊ അവരെന്ത് ചെയ്യും? 1 മാസം 2 മാസം വിസ കാലാവധിയുള്ളവരെ തിരിച്ചു കൊണ്ടുവരില്ല എന്ന് പറയുന്നു. എങ്ങനെ അവര് തിരിച്ചു വരുന്നില്ലെങ്കിൽ അവർക്ക് നാട്ടിൽ എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു കൊടുക്കണ്ടേ ജീവിക്കാനുള്ള? എന്തെങ്കിലുമൊക്കെ ചെയ്താലല്ലേ നാട്ടിൽ ജീവിക്കും. കൊറോണ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് ഒരു വിധമൊക്കെ ഒന്ന് ഇല്ലാതാവുമെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഇല്ലെങ്കിൽ കൊറോണക്കിടയിലൂടെ ജീവിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗം ജനങ്ങൾ കണ്ടുപിടിച്ചേ മതിയാവും. അതിനുള്ള ഉപായം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബാധ്യത സംസ്ഥാന സെൻട്രൽ ഗവൺമെന്റുകൾക്കുണ്ട്. അത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത് ഉണ്ടായേ തീരൂ. ചെറിയ രീതിയിലെങ്കിലും ജീവിക്കണം. ഇതുപോലുള്ള അല്ലെങ്കിൽ ഇപ്പൊ കഴിയുന്നത് പോലുള്ള ഒരു അവസ്ഥയൊന്നും ആവശ്യമില്ല. ചെറിയ രീതിയിൽ കുടുംബം പോറ്റാനുള്ള ഒരു ഉപായം ഏതെങ്കിലുമൊക്കെ രീതിയിൽ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ പറഞ്ഞു കൊടുത്തേ പറ്റൂ. യെസ്, തീർച്ചയായിട്ടും അത് അത്തരത്തിൽ ഉള്ള ഒരു നീക്കം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഇത്തരത്തിലുള്ള പ്രക്രിയകൾക്ക് വേണ്ടി ഇറങ്ങിക്കയറി നടക്കേണ്ടി വരുന്നത് അപഹാസ്യരാകുന്നതിന് തുല്യമാണ് നമ്മുടെ ഭരണാധികാരികൾ. അവർ നൽകുന്ന വാക്കുകൾക്ക് ഒരു വിലയുമില്ല എന്ന് തന്നെയല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ 2 തരം സമീപനമാണ്. കൃത്യമായ അനുഭവസ്ഥരുടെ സാക്ഷ്യത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. ഏത് വിധേനയും തകർക്കാൻ ഇരിക്കുന്നവരുണ്ട്. എത്രത്തോളം നിയമം ലംഘിച്ചും കുറേയേറെ പേരെ പിന്തുണയ്ക്കാൻ ഇരിക്കുന്നവരും നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. നിയമങ്ങൾ ലംഘിച്ച് അനുമതി നൽകുന്നതിൽ വിരുദ്ധന്മാരുണ്ട്. എത്ര നിയമം പാലിച്ചു വരുന്നവരെയും തളർത്താനിരിക്കുന്നവരുമുണ്ട് എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. ഈ ദുർഘട രീതികളെയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. പ്രവാസികളുടെ പുനരധിവാസത്തിലേക്ക് കടക്കുമ്പോൾ ശ്രീ KP ഹരികൃഷ്ണൻ, ഒട്ടേറെ നൂലാമാലകൾ ഇപ്പോഴുമുണ്ട്. കുരുക്കുകൾ ഓരോന്നഴിക്കുമ്പോൾ അത് മുറുകിക്കൊണ്ടിരിക്കുന്ന കുരുക്കായിട്ടാണ് അനുഭവപ്പെടുന്നതെന്നാണ് ശ്രീ ഷക്കീബ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് അനുഭവസ്ഥർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുനരധിവാസം സംബന്ധിച്ച് ഉള്ള ചർച്ചകളിൽ ഏറ്റവും ആദ്യം പരിഹരിക്കേണ്ടത് ഈ നൂലാമാലകൾ, ഈ പ്രതിസന്ധി തന്നെയല്ലേ? തീർച്ചയായിട്ടും ഞാൻ പുനരധിവാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ ഷക്കീബ് പറഞ്ഞതുപോലെ നിതിൻ എന്ന ചെറുപ്പക്കാരന്റെ ഒരു ദാരുണ അന്ത്യം നമ്മൾ ഇന്ന് കണ്ടു. അദ്ദേഹത്തിന് കിട്ടിയ അവസരം അദ്ദേഹം ഉപയോഗിക്കാതെ മറ്റൊരു പ്രവാസിക്ക് വിട്ടുകൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടത്. ആ ഒരു മനസ്സാണ് സത്യത്തിൽ ഇവിടെയുള്ള പ്രവാസികൾക്കുള്ളത്. അവരാൽ കഴിയുന്ന ഹെൽപ്പ് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഇവിടെയുള്ള പ്രവാസ ലോകത്ത് ഈ പറയുന്ന സാന്ത്വനം കിട്ടേണ്ട ആളുകൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയും അത് ഈ കോവിഡ് കാലത്തിന്റെ പശ്ചാത്തലത്തില്
ഇവിടെ നിരവധി അപേക്ഷകൾ വന്ന സാഹചര്യത്തിൽ അംബാസഡറുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച, സാമൂഹിക പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ഒക്കെ തന്നെയുള്ള ഒരു കൂടിക്കാഴ്ചയിൽ ഇങ്ങനെ ഈ പറയുന്ന ഫണ്ട് ഉപയോഗിച്ച് ICWF ഫണ്ട് ഉപയോഗിച്ച് നാട്ടിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം എന്ന് അംബാസഡർ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഹൈക്കോടതിയിൽ പോവുകയും നിർധനരായിട്ടുള്ള പ്രവാസികൾക്ക് വിമാന യാത്രാ കൂലിയും അതോടൊപ്പം തന്നെ അനുബന്ധ ചാർജും ICWF-ൽ നിന്ന് കൊടുക്കണമെന്ന് ജസ്റ്റിസ് അനു ശിവരാമൻ ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ മാസം മെയ് 27 പുറപ്പെടുവിച്ച വിധി നമുക്ക് കിട്ടിയത്. ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിധിയാണത്. പ്രവാസികളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടം സാംസ്കാരിക വേദി ഉൾപ്പെടെയുള്ളവർ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു വിധി ഉണ്ടായത്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു വിധി ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം പോരാ, അത് തീർച്ചയായിട്ടും പാവങ്ങൾക്ക് അത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ്. തീർച്ചയായിട്ടും ഞാൻ ആ പുനരധിവാസത്തിലേക്ക് വരാം. പുനരധിവാസത്തിന്റെ കാര്യത്തില് നിലവിൽ സംസ്ഥാന സർക്കാർ മാത്രമാണ് ഒരു പുനരധിവാസ പാക്കേജ് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് നോർക്കയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. NDPREM എന്ന് പറയുന്ന നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് റിട്ടേൺ ഇമിഗ്രൻസ് എന്ന ഒരു പദ്ധതിയാണ്. അത് 30 ലക്ഷം വരെ ലോൺ അതിൽ നിന്ന് കൊടുക്കും. അത് നിതാഖാത്തിന്റെ പശ്ചാത്തലത്തിൽ തുടങ്ങിയ ഒരു പദ്ധതിയാണ്. അത് കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിൽ ഏതാണ്ട് 3600, ഞാനത് ചെക്ക് ചെയ്തപ്പോൾ 3600ഓളം ആ പ്രവാസികൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പക്ഷേ തീർച്ചയായിട്ടും അതിന്റെ ഒരു സബ്സിഡി എന്ന് പറയുന്നത് മൂലധനത്തിൽ 3 ലക്ഷത്തിന്റെ ഒരു സബ്സിഡിയാണ് അതിൽ കിട്ടുന്നത്. അപ്പൊ അത് ഒരു സബ്സിഡി തുക ഒരു 50% ആക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടേണ്ടത്. തീർച്ചയായിട്ടും ഏതാണ്ട് 4 ലക്ഷത്തോളം മലയാളികൾ തന്നെ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു കണക്ക് പ്രകാരം ഈ ഒരു കോവിഡ് കാലത്ത് 1 ലക്ഷത്തോളം മലയാളികൾ നാട്ടിലേക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങി അവിടെ നാട്ടിൽ സെറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പുനരധിവാസ പാക്കേജിന് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും രൂപം കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പദ്ധതികൾ കേന്ദ്രം ഇപ്പോൾ പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിന് ഇനിയും രൂപം കൊടുക്കേണ്ടിയിരിക്കുന്നു. അവർ ഒരുക്കി കൊടുക്കേണ്ടത് ഒരു നല്ലൊരു സാഹചര്യമാണ്, നിക്ഷേപത്തിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് സംസ്ഥാനം ഒരുക്കി കൊടുക്കേണ്ടത്. കാരണം കഴിഞ്ഞ വർഷം അധികമായിട്ടില്ല മാസങ്ങൾ 2 പ്രവാസികൾ ആത്മഹത്യ ചെയ്തിട്ട്. ഒട്ടേറെ പ്രവാസികൾ അവർ ഇവിടെ നിന്നും എല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റുമൊക്കെ, നിക്ഷേപം നടത്താൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് വേറൊന്നും പറയുന്നതല്ല, രാഷ്ട്രീയം പറയുന്നതല്ല, പക്ഷേ സത്യാവസ്ഥയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ നാട്ടിൽ എല്ലാം കടമെടുത്താണെങ്കിൽ അല്ലെങ്കിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ടാണെങ്കിലും നിക്ഷേപം നടത്താൻ വരുന്നവനെ കുത്തുപാളയെടുപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒട്ടേറെ പേരുണ്ട്. അതാണ് മാറേണ്ടത്, അതാണ് മാറ്റേണ്ടത്. തീർച്ചയായിട്ടും നിക്ഷേപ അനുകൂല സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഞാനത് അത് ശരിയല്ല എന്ന് പറയുന്നില്ല. അതോടൊപ്പം തന്നെ എനിക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഒരു പുനരധിവാസ പാക്കേജ് അത് സംസ്ഥാന സർക്കാരിന് മാത്രമേ നിലവിലുള്ളൂ. തീർച്ചയായിട്ടും അത് കേന്ദ്ര സർക്കാർ കൂടി പ്രവാസികളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം പുനരധിവാസം ഓക്കെ. മറ്റൊന്ന്, മരിച്ച പ്രവാസികളെ അനുസ്മരിക്കുന്നുണ്ടോ? മരിച്ചു, ഇപ്പോൾ കൊറോണ കാലത്ത് തന്നെ 200-ലേറെ പേരാണ് മരിച്ചത് കേരളത്തിന് പുറത്ത് മലയാളികൾ. അവരെ കൃത്യമായി അവരുടെ കണക്ക് ഉണ്ടോ സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത്? അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പാക്കേജ് പ്രഖ്യാപിച്ചോ? ഏതെങ്കിലും തരത്തിലുള്ള സഹായം അവരുടെ കുടുംബങ്ങൾക്ക് പ്രഖ്യാപിച്ചോ? നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ്, പ്രവാസ ലോകത്ത് ഉള്ളതിൽ 60%-ലേറെയും ബ്ലൂ കോളർ ജോലിക്കാരാണ്. അവർ വലിയ ശമ്പളമൊന്നുമില്ല, വിദഗ്ധർ തന്നെയാണ് അവർ എല്ലാം. പക്ഷേ വലിയ ശമ്പളമൊന്നുമില്ലാതെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. അവർ മരിച്ചാൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ പ്രവാസ ലോകത്ത് ഒട്ടേറെ നാൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്, കൃത്യമായി എനിക്കറിയാം. അപ്പോൾ അവർക്ക് ഒരു പാക്കേജ് പ്രഖ്യാപിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അവർക്ക് ഇപ്പൊ നിലവിൽ സംസ്ഥാന സർക്കാർ 1 ലക്ഷം രൂപ കൊടുക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. മടങ്ങി വന്നവർക്ക് പോലും ഒരു 5000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞത് പോലും കൊടുത്തിട്ടില്ല സാർ. പിന്നെ എപ്പോഴാണ് കൊടുക്കുന്നത്? ഓക്കെ, ഇതൊന്നും പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല, പ്രഖ്യാപിക്കേണ്ടതാണ്. പറഞ്ഞതുപോലെ 200-ൽ കൂടുതൽ മലയാളികൾ കേരളത്തിൽ 10ഓളം മലയാളികൾ മാത്രമാണ് മരിച്ചെന്നിരിക്കെ ഗൾഫ് നാടുകളിൽ 200ഓളം മലയാളികൾ ഇതിനകം അവരുടെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും അവരുടെ കുടുംബത്തിന് ഒരു 10 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
അത് എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കണം. അതോടൊപ്പം തന്നെ പുനരധിവാസ പാക്കേജ് നമുക്കറിയാം, ഒരു ഡാറ്റാ ബാങ്ക്, തിരിച്ചു വരുന്ന പ്രവാസികളുടെ ഒരു ഡാറ്റാ ബാങ്ക് അടിയന്തരമായിട്ട് അത് ഡാറ്റാ ബാങ്ക് രൂപീകരിച്ചുകൊണ്ട് അതിൽ തൊഴിൽ നൈപുണ്യം ഉള്ള പ്രവാസികൾക്ക് അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടൊക്കെ തന്നെ ഉപയോഗത്തക്ക രീതിയിലുള്ള ഒരു ഡാറ്റയാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു സംസ്ഥാന സർക്കാരുകൾ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ പലിശരഹിത വായ്പ, അതോടൊപ്പം തന്നെ കൃഷിഭൂമി, കൃഷി ചെയ്യാൻ താല്പര്യമുള്ള മടങ്ങി വരുന്ന പ്രവാസികൾക്ക് കൃഷിഭൂമി ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്ന. എനിക്ക് ഒരൊറ്റ ഉത്തരം മതി. സംരംഭങ്ങൾ തകർക്കുന്ന കൊടിപിടിക്കൽ സമരത്തിന് എതിരെ സംസാരിക്കുമോ അങ്ങ്? കേരള സർക്കാരിന് മുന്നിൽ അക്കാര്യം കൃത്യമായി ഉറപ്പുവാങ്ങാമോ? എങ്കിൽ മാത്രമേ ഇവിടെ നിക്ഷേപങ്ങൾ നടക്കൂ സർ. എങ്കിൽ മാത്രമേ ഇവിടെ നിക്ഷേപങ്ങൾ പച്ച പിടിക്കുകയുള്ളൂ. സത്യമാണ് ഞാൻ പറയുന്നത്, സത്യമാണ്. മാത്രമാണ് കേരളത്തിൽ നിക്ഷേപം വരാത്തത് എന്ന കാര്യത്തിൽ എനിക്ക് ഏറ്റവും പ്രധാനം അത് തന്നെയാണ്. ഏറ്റവും പ്രധാനം പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ പകപോക്കൽ. ഉദ്യോഗസ്ഥർക്കൊപ്പം നിന്നുകൊണ്ട് ഈ നിക്ഷേപകരുടെ എല്ലാ ജീവിതവും തകർത്തെറിയുന്ന രീതിയിലുള്ള പകപോക്കലുണ്ട്. അത് അവർക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഏത് ആയുധവും എടുത്ത് അവർ പ്രയോഗിക്കും. അതല്ല, അവരുടെ ഇഷ്ടക്കാരാണെങ്കിൽ എന്ത് സഹായവും ചെയ്തു കൊടുക്കും. അതാണ് കേരളത്തിൽ നിൽക്കുന്നത്. അത് തന്നെയാണ്. അത് മാറണം. ഇത് നമ്മൾ പ്രവാസികൾക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രവാസികളുടെ നന്മയ്ക്ക് വേണ്ടി അത് മാറിയേ തീരൂ. നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം 40 വർഷത്തെ ഏറ്റവും രൂക്ഷമായ തൊഴിൽ രൂക്ഷമാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്. അപ്പൊ അതാണ് നമ്മുടെ മുന്നിൽ. അത് ഈ പറയുന്ന കേരളത്തിലുള്ള സമരങ്ങൾ മൂലമല്ല ഈ പറയുന്ന തൊഴിലവസരങ്ങൾ ഈ 40 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ എത്തിയത്. നമുക്കിപ്പോഴും ആ തൊഴിൽ ഇല്ലായ്മയ്ക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ശ്രീ രാജു കുര്യൻ, ഈ പ്രതിസന്ധിക്ക് നമുക്ക് പരിഹാരമുണ്ടാക്കുക എങ്ങനെ പുനരധിവസിപ്പിക്കാം? അതിന് ആദ്യം എങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങണം? ലിയോ, കഴിഞ്ഞ 30 വർഷത്തെ കേരളത്തിന്റെ ചരിത്രം എടുത്താൽ മാറി മാറി വന്ന സർക്കാരുകൾ ഒട്ടനവധി ഇൻവെസ്റ്റ്മെന്റ് മീറ്റുകൾ കേരളത്തിൽ നടത്തി. ഞാൻ ഉൾപ്പെടെ പലരും പല ഇൻവെസ്റ്റ്മെന്റ് മീറ്റുകളിലും പങ്കെടുക്കുകയുണ്ടായി. ഒട്ടനവധി പ്രസംഗങ്ങളും പ്രസന്റേഷൻസും ഒക്കെ ഉണ്ടായതല്ലാതെ കേരളത്തിൽ ആരും ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. കാരണം ഈ പറഞ്ഞ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമല്ല എന്നുള്ള ഒരേ കാരണത്താൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ലഭിച്ചില്ല. അത് കേരളത്തിന്റെ അവസ്ഥ ഒന്ന്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ അവസ്ഥ വേറൊന്ന്. ഇപ്പൊ മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പരിപാടികൾ വന്നെങ്കിലും നമുക്ക് കാര്യമായിട്ട് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ പറ്റിയില്ല. ഇവിടെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമങ്ങൾ പൊളിച്ചെഴുതേണ്ടത് വളരെ ആവശ്യമാണ്. ഇപ്പൊ കമ്പനീസ് ആക്ട് 1956 കമ്പനീസ് ആക്ട് പൊളിച്ചെഴുതി അതിനെ കാലോചിതമായിട്ട് കൊണ്ടുവരണം. ലേബർ ആക്ടുകൾ ട്രേഡ് യൂണിയനുകളുടെ ഇമ്പോർട്ടൻസ് മാറ്റി ലേബർ ഓഫീസുകളുണ്ട്. നമുക്ക് ജില്ലാ തലത്തിൽ എല്ലാ ജില്ലയിലും നമുക്ക് ലേബർ ഓഫീസസ് ഉണ്ട്. അവർ നോക്കൂത്തികളാണ്. ട്രേഡ് യൂണിയനുകളാണ് കാര്യങ്ങൾ നടത്തുന്നത്. എനിക്ക് ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോ എനിക്ക് തോന്നിയ ഒരു മനോഹരമായ ഒരു കാര്യം, ഇപ്പം നമ്മുടെ കേരള നിയമസഭ LDF നേതൃത്വം കൊടുക്കുന്ന കേരള നിയമസഭയിൽ വളരെ സത്യസന്ധമായി നോക്കിയാൽ UDF ഉണ്ട്, LDF ഉണ്ട്, NDA ഉണ്ട്. 3 മുന്നണിയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത്. നമുക്ക് വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയാം കേരളം രക്ഷപ്പെടാത്തതിന്റെ കാരണം എന്താണ് എന്നുള്ളതിന്റെ ആൻസർ ലിയോയ്ക്കും അറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ കേരള നിയമസഭ ഏകകണ്ഠമായി ഒരു തീരുമാനം, ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നിട്ട് പാസ്സാക്കട്ടെ, ഒരു നിയമം പാസ്സാക്കട്ടെ. കേരളത്തിൽ അടുത്ത 10, 15, 20 വർഷത്തേക്ക് ട്രേഡ് യൂണിയനുകൾ, അത് സംസ്ഥാന ഗവൺമെന്റിന്റെ ലെവലിലെ തൊട്ട് കീഴോട്ട് പൊതുമേഖല ഉൾപ്പെടെ തോട്ടം മേഖല ഉൾപ്പെടെയുള്ളിടത്ത് ട്രേഡ് യൂണിയനുകൾ പാടില്ല എന്നൊരു നിയമം ഉണ്ടാകട്ടെ. നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ കേരളം വളരും. ഇന്ന് ഇന്ത്യയിലെ GDP-യില് 1-ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും, 2ാമത് തമിഴ്നാടും, 3ാമത് UP-യും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് നമ്മൾ നിൽക്കുന്നത് 11ാമതാണെങ്കിൽ അവിടുന്ന് നമുക്ക് അടിവെച്ച് കയറുവാൻ പറ്റും. നമുക്ക് ഈ ട്രേഡ് യൂണിയൻ മാത്രം മാറ്റിവെച്ചാൽ. പണം ഒരു വിഷയമല്ല, ഇൻവെസ്റ്റ്മെന്റ് ഒരു വിഷയമല്ല. മേഖലകൾ നമുക്ക് ഇഷ്ടം പോലെയുണ്ട്. തോട്ടം, പ്ലാന്റേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ വലിയ ഒരു സ്ട്രോങ് ഹോൾഡാണ്. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന റബ്ബറിന്റെ 95%, ഗ്രാമ്പു, ജാതി,
പാം, ഇതെല്ലാം നമ്മുടെ കുത്തകകളെന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിലുണ്ട്. പക്ഷെ നമുക്ക് ഉപയോഗിക്കുവാൻ അവസരങ്ങളില്ല. നമ്മുടെ കൂടെ ആരും കൂടാൻ ഇന്റർനാഷണൽ മൾട്ടിനാഷണൽ കമ്പനികളൊന്നും വരില്ല. ഞാൻ എൻ്റെ മുമ്പിൽ കണ്ട കാര്യം, കൊക്കോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായപ്പം നമ്മുടെ ബ്ലാക്ക്ബെറിയുടെ മനോഹരമായ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു കോട്ടയത്ത്. നമ്മളെ കൊടികുത്തി പൂട്ടിച്ചു കളഞ്ഞു. വാനില എല്ലാ മേഖലകളും നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു. അപ്പം പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനം TV-യുടെ ഒരു ഇനിഷ്യേറ്റീവായിട്ട് നിങ്ങൾ ചെയ്യേ. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഇപ്പം 1 India 1 പെൻഷൻ സ്കീമുകളൊക്കെ വരുന്നത് പോലെ കേരളത്തിലെ എല്ലാ ജനങ്ങളും കൂടി നെഞ്ചിലേറ്റി ഒരു ട്രേഡ് യൂണിയൻ അഗനിസ്റ്റ് ആയിട്ട് ഗവൺമെന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ചേർന്ന് തീരുമാനമെടുക്കട്ടെ. UDF-ഉം LDF-ഉം NDA-യും എല്ലാവരും കൂടി ഒന്നിച്ച്, എല്ലാവർക്കും ഉണ്ട്, കേരള കോൺഗ്രസിന് വരെ ഉണ്ട് ട്രേഡ് യൂണിയൻ, ഏറ്റവും ചെറിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉൾപ്പെടെ ട്രേഡ് യൂണിയനുകളുണ്ട്. എല്ലാവരും കൂടി തീരുമാനിച്ചാൽ കേരളത്തെ രക്ഷപ്പെടുത്തുന്നത് ഒരു പണിയേ അല്ല. എല്ലാവർക്കും അറിയാം റീസൺ എന്താണ് കേരളം നന്നാകാത്തത്. ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. നമ്മൾ നാളെ, എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മൾ ശ്രീലങ്ക തൊട്ട് ഭൂട്ടാൻ തൊട്ട് പേർഷ്യ തൊട്ട് ഗൾഫില്, അമേരിക്കയിൽ, യൂറോപ്പില് നോർക്ക രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞപ്പോൾ 201 രാജ്യങ്ങളിലും മലയാളികൾ തിരിച്ചു വരുവാൻ രജിസ്റ്റർ ചെയ്യുന്നതാണ് നോർക്കയുടെ കണക്ക്. ശരിയല്ലേ? അപ്പം നമ്മൾ ജോലി തേടി പോകാൻ ഇനിയും ചന്ദ്രൻ ഒഴികെ എല്ലായിടത്തും ഇല്ല എന്ന് പണ്ട് തമാശ പറയുന്നത് പോലെ എവിടെയും നമ്മൾ എത്തി. കാരണം ഉപജീവനത്തിന് നാട്ടിൽ മാർഗമില്ല, ജോലിക്ക് അവസരങ്ങളില്ല. ഇത് സത്യസന്ധമായ കാര്യമാണ്. നമ്മൾ ഇതിന് നേരെ കണ്ണടച്ചിട്ടോ ഇത് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണെന്നോ രാഷ്ട്രീയമായ ബുദ്ധിമുട്ടുണ്ടെന്നോ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, NDA-യും UPA-യും അല്ലെങ്കിൽ UDF-ഉം LDF-ഉം എല്ലാവരും കൂടി തീരുമാനമെടുത്താൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം. പക്ഷേ ഉണ്ടാകുമോ? കാത്തിരുന്ന് കാണേണ്ടതാണ്. ശ്രീ കുഞ്ചൂസി നായർ, പുനരധിവാസം ചർച്ച ഏറെ നാളായി ഇത് തുടങ്ങിയിട്ട്, ഇനിയും തുടരുകയും ചെയ്യും. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? പുനരധിവാസം കേന്ദ്ര ഗവൺമെന്റ് വളരെ സീരിയസ് പ്രവാസികളെ പുനരധിവസിപ്പിക്കാനുള്ള എല്ലാ പ്ലാനുകളും നടത്തിക്കൊണ്ടിരിക്കണം. ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കിൽഡ് വർക്കേഴ്സ് അറൈവൽ ഡാറ്റാബേസ് ഫോർ എംപ്ലോയ്മെന്റ് സപ്പോർട്ട്, അത് ഡാറ്റാബേസ് കളക്ട് ചെയ്യാൻ തുടങ്ങി. ഓരോരുത്തരുടെയും സ്കില്ല് അനുസരിച്ച് അവർക്ക് സെപ്പറേറ്റ് എന്താണ് അവരുടെ സ്കില്ല്, അത് പ്രകാരം അവരെ അലൊക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റാബേസ് കളക്ട് ചെയ്ത് തുടങ്ങി. അതുപോലെ അവർക്ക് വേണ്ട എത്രയും പെട്ടെന്ന് അധികം വൈകാതെ തന്നെ നമുക്കൊരു ഗുഡ് ന്യൂസ് പ്രതീക്ഷിക്കാം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന്. അത് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ടെൻഡൻസിയാണ് തീർച്ചയായിട്ടും ഉണ്ട്. അതുകൂടാതെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഈ പദ്ധതിയിൽ അഗ്രികൾച്ചറിനും മാനുഫാക്ചറിനും ഇമ്പോർട്ടൻസ് കൊടുക്കാം. അപ്പൊ തീർച്ചയായിട്ടും വരുന്ന പ്രവാസികൾക്ക് ഏതെങ്കിലും ഒരു ഫീൽഡിൽ സക്സസ്ഫുൾ ആവാൻ എല്ലാ സാധ്യതകളും ഉണ്ട്. ഒന്നിട്ടും ഈ പ്രതിസന്ധി ഘട്ടം കടന്നു പോകണമെന്നുള്ള ഒരു പ്രശ്നം മാത്രമല്ലോ, അത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാലഘട്ടമാണ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ അത് എല്ലാ വിധത്തിലും നമ്മൾ വരുന്ന പ്രവാസികൾ അത് സ്റ്റഡി ചെയ്യണം, അത് യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. അതുകൂടാതെ പിന്നെ വരുന്ന പ്രവാസികൾ അവരും എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു പ്രവാസി എന്നുള്ള മേലെങ്കിൽ മാറ്റിവെച്ച് നമ്മൾ ചെയ്യാൻ തയ്യാറായിരിക്കണം. അത് കേരളത്തിലല്ല, അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിൽ. നമുക്ക് കേരളത്തിൽ നിന്ന് പുറത്ത് പോകണമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകൂടാ? ഇന്ത്യനും പുറത്ത് പോകാൻ പ്രവാസിയാവാൻ എന്ന് പറ്റുന്ന ആൾക്ക് നമ്മുടെ സംസ്ഥാനം വിട്ട് വേറെ സംസ്ഥാനത്തേക്ക്, നേരത്തെ പറഞ്ഞ പോലെ പ്രവാസികളെ പൊടിപിടി എന്തെങ്കിലും ഒരു പ്രസ്ഥാനം തുടങ്ങി തുടങ്ങി ഞങ്ങളുടെ പൊടിപിടിക്കുന്നവരൊക്കെ പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ സാജൻ സുഗതൻ അവരൊക്കെ എപ്പോഴും നമുക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അടുത്ത സംസ്ഥാനങ്ങളിൽ വളരെ ഇൻഡസ്ട്രി ഫ്രണ്ട്ലി സംസ്ഥാനങ്ങളുണ്ട്, നമുക്ക് അവിടെ പോവാം. വളരെയധികം സാധ്യതകൾ ഉണ്ട്. അത് കണ്ടുപിടിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, തീർച്ചയായും. ശ്രീ ഷക്കീബ്, ഈ ഒരു കാര്യത്തിൽ അങ്ങേക്ക് ആഡ് ചെയ്യാനുണ്ടോ എന്തെങ്കിലും? ഈ ഒരു വിഷയത്തിൽ പ്രവാസി പുനരധിവാസം സംബന്ധിച്ച് ഉള്ള വിഷയത്തിൽ എന്തെങ്കിലും കാര്യം അങ്ങേക്ക് ആഡ് ചെയ്യാനുണ്ടോ? കാരണം നമ്മൾ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല, ഒട്ടേറെ കാലമായി നമ്മൾ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞാട്ടെ. കാരണം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തെമ്പാടും ഉണ്ടാക്കിയ വ്യാവസായിക വിപ്ലവത്തിന് കയ്യും കണക്കുമില്ല. നമ്മൾ ഒരു രീതിയിലും കേരളത്തിന്റെ വികസനത്തിൽ ട്രേഡ് യൂണിയൻ
വഹിച്ച പങ്ക് വളരെ വലുതാണ്. നമ്മൾ ട്രേഡ് യൂണിയൻ എല്ലാം കൂടെ നിർത്തിവച്ചിരുന്ന വികസനം ഉണ്ടാക്കുക എന്നുള്ള ഒരു അഭിപ്രായത്വം അത് തീർത്തും വികലമായിട്ടുള്ള ഒരു അഭിപ്രായമാണെന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അതേസമയം ഇവിടെ LDF ഭരണം നടക്കുന്ന സമയത്ത് കണ്ണൂരും അതുപോലെ തന്നെ കൊല്ലത്താണെന്ന് എനിക്ക് തോന്നുന്നത് 2 പ്രവാസി വ്യവസായികൾ ആത്മഹത്യ ചെയ്യേണ്ട അനുഭവം നമുക്ക് കണ്ടു. അത് തീർത്തും ദുഃഖകരമായിട്ടുള്ള സംഭവങ്ങളാണ്. നമ്മൾ പ്രവാസികളെ നിരാകരിക്കുന്ന ഒരു രീതി കേരളത്തിൽ നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നു. കോവിഡ് വന്ന സമയത്തല്ല, പ്രവാസികൾ ഇങ്ങോട്ട് വരണ്ടാന്ന് കോവിഡ് വന്ന സമയത്ത് പറഞ്ഞത് മാത്രമല്ല, ഈ സമീപകാലത്ത് പ്രവാസികളെ നിരാകരിക്കുന്ന അതിനൊരു കാരണം എനിക്ക് തോന്നുന്നു അവര് സാച്ചുറേറ്റഡ് ആയി എന്നുള്ളതാണ്. പ്രവാസികളെ പണം ഉപയോഗിച്ചിട്ട് അവരെല്ലാ പ്രതാപങ്ങളും കേരളത്തിൽ ഉണ്ടാക്കി, എന്നിട്ട് പ്രവാസികൾ തിരിച്ചവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു കട തുടങ്ങുകയാണെങ്കിൽ അതിന്റെ മുമ്പിൽ കൊടി കുത്തിയിട്ട്, അതെനിക്ക് തോന്നുന്നു ട്രേഡ് യൂണിയൻ രീതി ഒന്നും അല്ലാതെ ട്രേഡ് യൂണിയൻ തീർത്തും തീർച്ചയായിട്ടും എന്തായാലും അത് മാറേണ്ടിയിരിക്കുന്നു. അത് ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ ഇടപെടൽ കൊണ്ടായിരിക്കാം. ഞാനിപ്പോൾ ഇടപെടുന്നത് സമയം പരിമിതി മൂലമാണ്, എന്നോട് ക്ഷമിക്കുക. എന്തായാലും നമ്മൾ ഈ ചർച്ചയിൽ ഉയർന്നു വന്ന ഏതാനും പോയിന്റ്സ് എന്ന് പറയുന്നത് പ്രവാസികൾ അടിയന്തരമായി മടക്കിക്കൊണ്ടുവരേണ്ട പ്രവാസികളെ എത്രയും വേഗം നാട്ടിലേക്ക് മടക്കിക്കൊണ്ടുവരിക, അതിനോടൊപ്പം അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട രീതിയിൽ ചില കാര്യങ്ങൾ, ഉയർന്ന വിമാന ടിക്കറ്റ് അങ്ങനെ ഒന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും പൂർവ്വസ്ഥിതിയിലാക്കുക. 2 കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിൻ്റെ ഉപയോഗത്തിൽ കൃത്യമായ തീരുമാനം വേഗത്തിൽ ഉണ്ടാക്കുക. കാരണം പ്രവാസികളിൽ നിന്നും പിരിച്ച പണം അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുക തന്നെ വേണം, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊന്ന്, പ്രവാസി പുനരധിവാസത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് സാഹചര്യം ഒരുങ്ങേണ്ടത് അനിവാര്യമാണ്. അതിന് ഭരണകർത്താക്കൾ ചങ്കൂറ്റം കാണിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ പ്രവാസികൾ നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പും. കാരണം അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം, അവർ വായ്പയെടുത്ത പണം, ഇവയെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി ജന്മനാട്ടിൽ നിക്ഷേപിക്കുമ്പോൾ അതിനൊരു റിട്ടേൺ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, സുരക്ഷിതത്വം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ സുരക്ഷിതത്വം ഉറപ്പു നൽകുവാൻ സംസ്ഥാനം ഭരിക്കുന്ന ഭരണാധികാരികൾ, അത് എത്ര ചങ്കൂറ്റമുള്ള നേതാവായാലും അതിന് ഒരു വഴിയൊരുക്കുക തന്നെ വേണം. ആത്മഹത്യ ചെയ്ത പ്രവാസികൾ നിരവധിയാണ്, നിക്ഷേപം നടത്തി, നമ്മുടെ കേരളത്തിൽ നിക്ഷേപം നടത്തി. അക്കാര്യം മറക്കരുത്. ഭരണ സാരഥ്യം വഹിക്കുന്നവർ അതിനുള്ള അനുകൂല സാഹചര്യം വേണം. പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ സങ്കുചിത താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി, അവരുടെ ചൂഷണം നടത്താൻ വേണ്ടി നിക്ഷേപം നടത്തുന്നവരെ പിഴിയുന്ന നിലപാട് ഉപേക്ഷിക്കുക. അതിനോടൊപ്പം തന്നെ നിക്ഷേപകർക്ക് കടിഞ്ഞാണിടുന്ന ഉദ്യോഗസ്ഥരുടെ ചുവപ്പ് നാട പ്രയോഗങ്ങൾക്കും അവസാനമുണ്ടാകേണ്ടിയിരിക്കുന്നു, അല്ലാതെ രക്ഷയില്ല. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ഷക്കീബ് കൊളക്കാടൻ, KP ഹരികൃഷ്ണൻ, ശ്രീ രാജു കുര്യൻ, ശ്രീ കുഞ്ചൂസി നായർ, ഏവർക്കും നന്ദി. ABC കാർഗോ പ്രവാസികൾ പറയട്ടെ പൂർണ്ണമാകുന്നു. ഇനി നാളെ രാത്രി ഇന്ത്യൻ സമയം 11:30. ശുഭരാത്രി.